ഉളുഹിയ്യത്തിന് കൂടിയവർ ദുൽഹിജ്ജ 1 മുതൽ അറവ് കഴിയുന്നത് വരെ, ഉളുഹിയ്യത്തിൻ്റെ ആ കർമ്മം കഴിയുന്നത് വരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ, ദുൽഹിജ്ജയുടെ മാസം കണ്ടാൽ, ദുൽഹിജ്ജ മാസം പിറന്നാൽ, വ അറാദ അഹദുക്കും അൻ യളഹിയ, ഉളുഹിയത്ത് അറുക്കാൻ നിങ്ങളിൽ ഒരാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഉളുഹിയത്തിന് കൂടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഫല്യുംസിക് അൻ ശഅരിഹി വ അദ്ഫാരിഹി, മുടിയും നഖവും നീക്കരുത്, എടുക്കരുത് എന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ദുൽഹിജ്ജ 1 മുതൽ അറവ് കഴിയുന്നത് വരെ, ഉളുഹിയത്തിൻ്റെ ആ കർമ്മം കഴിയുന്നത് വരെ നമ്മുടെ ശരീരത്തിലെ തലയിൽ നിന്നുള്ള മുടി നീക്കരുത്. അതുപോലെ ശരീരത്തിലെ മുഴുവൻ മുടികളും നീക്കാൻ പാടില്ല. അതുപോലെ കാലിൻ്റെ നഖം, കയ്യിൻ്റെ നഖം, ഇതൊന്നും നീക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നീക്കാതിരിക്കൽ സുന്നത്താണ് എന്ന്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തിനാണ് ഇങ്ങനെ നീക്കരുത് എന്ന് പറയാൻ കാരണം, ഉളുഹിയത്ത് മുഖേന ലഭിക്കുന്ന പാപമോചനം, അതുപോലെ നരകമോചനം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ലഭിക്കാൻ വേണ്ടിയാണ് എന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. അപ്പോൾ നരകമോചനവും പാപമോചനവും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ലഭിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പറയുമ്പോൾ പലർക്കും സംശയം ഉണ്ടാവാറുണ്ട്, ഉളുഹിയത്തിന് കൂടിയ ആളുള്ള വീട്ടിലെ എല്ലാവരും ഇത് ചെയ്യണോ? അത് വേണ്ട. ഉളുഹിയത്തിന് കൂടിയതാരാണോ അവർ മാത്രം ചെയ്താൽ മതി. പുരുഷന്മാരാണെങ്കിൽ അയാൾ മാത്രം, അതുപോലെ സ്ത്രീയാണെങ്കിൽ സ്ത്രീ മാത്രം. ഉളുഹിയത്തിന് പുരുഷന്മാരും സ്ത്രീകളൊക്കെ കൂടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പുരുഷനാണെങ്കിൽ പുരുഷൻ ശ്രദ്ധിക്കണം, ശരീരത്തിലെ നഖം, മുടി ഇതൊന്നും നീക്കാൻ പാടില്ല. അതുപോലെ പല്ലും നീക്കാൻ പാടില്ല എന്നതാണ്. അഥവാ നീക്കാതിരിക്കൽ സുന്നത്താണ്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. ഉളുഹിയത്തിന് കൂടിയതാരാണോ അവർ മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. അല്ലാണ്ട് വീട്ടിലുള്ള എല്ലാവരും ഇത് ചെയ്യേണ്ടതില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നൊരു കാര്യം, ഇതിൻ്റെ അടുക്ക് വെള്ളിയാഴ്ച അല്ലേ, വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുതൽ വെള്ളിയാഴ്ച ജുമേൻ്റെ മുമ്പായിട്ടാണല്ലോ നമ്മൾ കൈകളുടെ നഖങ്ങളും കാലിൻ്റെ നഖങ്ങളൊക്കെ മുറിക്കൽ സുന്നത്തുള്ളത്. എന്നാൽ ഇതിൻ്റെ അടുക്ക്, അഥവാ ദുൽഹിജ്ജ 1 മുതൽ ഈ ഉളുഹിയത്ത് കർമ്മം കഴിയുന്നതിൻ്റെ അടുക്കുള്ള അതിൻ്റെ അടുക്ക് വെള്ളിയാഴ്ച വന്നാൽ നീക്കണോ? വേണ്ടെന്നാ. ഉളുഹിയത്തിന് കൂടി ആളെന്താക്കരുത്, മുടിയും നഖമൊന്നും വെള്ളിയാഴ്ച അതിൻ്റെ അടുക്ക് വന്നാലും നീക്കൽ സുന്നത്തില്ല. ഓൽക്ക് സുന്നത്തില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ദുൽഹിജ്ജ 1 മുതൽ അറവ് കഴിയുന്നത് വരെ അതിൻ്റെ അടുക്ക് വെള്ളിയാഴ്ച വന്നാലും നഖവും മുടിയൊന്നും എന്താക്കണ്ട, നീക്കേണ്ടതില്ല. അത് അവർക്ക് സുന്നത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യൽ അതിൻ്റെ ഒരു ചിട്ടയാണ്. ഓരോ കാര്യം ചെയ്യുന്നതിന് ഓരോ ചിട്ടകൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഉളുഹിയത്തിന് കൂടി ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ത്, ശരീരത്തിലെ മുടി, നഖം എന്നിവ നീക്കാതിരിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഉളുഹിയത്ത് കർമ്മം അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ ചെയ്യാൻ അള്ളാഹു
നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.